ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നാരങ്ങ ഇല്ലാത്തൊരു ലെമൺ ജ്യൂസാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ജ്യൂസാണ് ഇത്. അപ്പം ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നല്ല പുള്ളിയുള്ളൊരു പച്ചമാങ്ങ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് നാരകത്തിൻ്റെ ഇലയാണ്. ഇത് ഒരുപാടങ്ങ് മൂത്ത ഇലയുമല്ല, അതേപോലെ തളിരിലയുമല്ല. അപ്പം ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പരുവത്തിലുള്ള ഇല വേണം എടുക്കാൻ. അതിനാണ് നാരങ്ങയുടെ നല്ല സ്മെല്ലുള്ളത്. അതൊരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയുള്ള മാങ്ങയും ഈ ഇഞ്ചിയും ഈ നാരകത്തിൻ്റെ ഇലയും കൂടെ ചേരുമ്പം നല്ലൊരു ഫ്രഷ് ലെമൺ ജ്യൂസ് കുടിക്കുന്ന അതേ എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ തണുത്ത വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പം വെള്ളത്തിന് പകരം സോഡ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എരിവ് ഇഷ്ടമുള്ളവർ ചെറിയൊരു പീസ് പച്ചമുളകും കൂടെ ചേർക്കാം. ഞാൻ ഇപ്പം പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രം ഇട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് അങ്ങ് പോവുകയും ചെയ്യും. അതേപോലെ നമ്മൾ കുടിക്കുമ്പോൾ വെറും പഞ്ചസാര വെള്ളം കുടിക്കുന്ന പോലെ ഇരിക്കും. ഇനി ഒരു ജാറിലേക്ക് ഞാനത് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക്